ഇനി ഞങ്ങൾ ഷോർട്ട് വീഡിയോയുമായിട്ടല്ല വന്നത്, ഒരു ചെറിയ മിനി വ്ളോഗുമായിട്ടാണ് ഞങ്ങളുടെ ഈ കൊച്ചു നാടൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് കണ്ടാലോ? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വഴിയാണിത്. അതിന് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്ട് റബ്ബർ തോട്ടമാണ്. അതിൻ്റെ ഞങ്ങൾ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ വിമലാമ്മ എന്ന് പറഞ്ഞ്. ആ വിമലാമ്മയുടെ വീടാണത്. നമ്മുടെ ഇവിടെയൊക്കെ കിഴക്കേ വഴി പടിഞ്ഞാറേ വശം അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പോകുന്നത് പടിഞ്ഞാറേ വശത്തേക്കാണ്. ഇതാണ് ഞങ്ങളുടെ നല്ല രണ്ട് സൈഡിൽ നല്ല മരങ്ങളോട് കൂടി ഇടയ്ക്ക് കച്ച് റോഡ്. ഞങ്ങളങ്ങനെ പോവാണ്. കട്ട് ചെയ്തു. എവിടെ നോക്കിയാലും മരങ്ങളൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ ബ്ലോഗ് എടുക്കാൻ വന്നേക്കുവാണ് കേട്ടോ. കണ്ടോ, ഫുള്ള് റബ്ബർ മരങ്ങൾ, അതിനിടയ്ക്കുള്ള വഴികളൊക്കെയാണ്. ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ പുറന്തൂർ പഞ്ചായത്തിൽ ചീവോട് എന്ന് പറയുന്നത്. ചീവോട് എന്ന ഏരിയ എന്ന് പറയുന്നത് തന്നെ ഇച്ചിരിയേ ഉള്ളൂ. കുറച്ച് പ്രദേശങ്ങളോട് ചുറ്റിപ്പറ്റിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. അതിലൊരു കുറച്ച് ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. ഫുള്ള് ഗ്രാമമായിട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം എവിടേക്കോ ഉണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വ്ളോഗ് എടുക്കാൻ വന്നത് ഞങ്ങളുടെ കുഞ്ഞാവയും കൊണ്ടാണ്. കുഞ്ഞാവയുണ്ട് ഞങ്ങൾക്കൊപ്പം വ്ളോഗ് എടുക്കാൻ വേണ്ടി. പൂച്ചക്കുട്ടനും കുഞ്ഞാവയും കൊണ്ട് ഞങ്ങൾ ആദ്യം വ്ളോഗ് എടുക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് പാറത്തോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളൊരു തോട്ടിലേക്കാണ്. ഇത് അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം കൃഷിഭൂമി, അടുത്തടുത്ത് വീടുകൾ, ഫുൾ പച്ചപ്പാണ്. പൂച്ചക്കുട്ടനും ഞങ്ങൾക്കൊപ്പം തന്നെ തുള്ളിച്ചാടി വരുന്നുണ്ട്. അവരുടെ ഒപ്പം കിടന്ന് ഓടിക്കളിക്കാനാണ് അവൻ ഈ ഓടി പോകുന്നത്. പിള്ളേർക്കൊപ്പം തന്നെയാണ്. ഞങ്ങൾ എവിടേക്ക് ഇറങ്ങിയാലും ഞങ്ങളുടെ പുറകെ തന്നെ കാണും അത്. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ കാണാണ്ട്. അടുക്കിന് പച്ചപ്പായ മരങ്ങളാണ്. നമ്മുടെ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന 3 കുട്ടികളുടെ കിങ്ങിണി മോളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. എല്ലാം 1 വർഷമായിട്ടേ ഉള്ളൂ ഇപ്പോൾ 2 കുടുംബമായിട്ട്. ഈ ഒരു മുല്ലച്ചെടി എന്ന് പറയുന്നത് ഭയങ്കര പൂവാണ്. ഇതിൽ മുല്ല സീസണിൽ ഇഷ്ടം പോലെ അടുക്കുമുല്ലയാണ്. ഒരു കല്യാണത്തിൻ്റെയൊക്കെ എല്ലാം ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ ഇഷ്ടം പോലെ പൂ കിട്ടും. അത്രത്തോളം വിരിയുന്നൊരു മുല്ലച്ചെടിയാണ് ഇപ്പോൾ കണ്ടത്. ഈ വീട്ടിലെ ഓണറിൻ്റെ കേട്ടോ അത്. നമ്മളങ്ങനെ പോവുകയാണ്. നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. അന്നേരം ഒരു കോഴി അവിടെ നിന്ന് കൂവുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അത് സൈഡ് വലിഞ്ഞു പോയി. ഇത് റബ്ബറാണ് ഇവിടെ ഏരിയയിൽ ഫുള്ള് കൂടുതൽ. റബ്ബറാണ് ഇവിടെ കൂടുതലും. ഓരോരുത്തർക്കും ഒരാളുടെ മാത്രമല്ല പലരുടേതും. ഇതൊരു പാറത്തോടിൻ്റെ വേറൊരു വശമാണ്. ഇവിടെയും തുണി നനയ്ക്കാറുണ്ട്. അവിടെ ഇങ്ങനെ കെട്ടി വെച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ട് തുണിയൊക്കെ നനയ്ക്കും. ചൂടുള്ള സമയത്ത് ചെറുതായിട്ട് കാണും. ഇതങ്ങനെ പോയി, ഇത് മലയിൽ നിന്നാണ് വരുന്നത്. അത് മൂന്നാമലയിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അങ്ങോട്ട് മൊത്തം ഈ തണുത്തിങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉറവിടം അങ്ങ് മലയിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്താണ് കുരുവോട്ടുമല ഉള്ളത്. കുരുവോട്ടുമല ബ്രീഡിംഗ് ഫാമുണ്ട്, ഹൈടെക് ബ്രീഡിംഗ് ഫാമുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അതെല്ലാം ദൈവം സഹായിച്ച് വരുന്ന വീഡിയോയിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. നമുക്ക് കുരുവോട്ടുമല തന്നെ ഇവിടെ അടുത്തൊരു കിൻഫ്ര പ്ലൈവുഡ് ഫാക്ടറി ഉണ്ട്. പിന്നെ വേറൊരു കോളേജുണ്ട്. ഇത് വയലേരിയാണ്. ഇതാണ് പാറത്തോട്ടിലെ പാറ. ഇതൊരു വലിയ പാറയായിരുന്നു കേട്ടോ. പണ്ട് വീടൊക്കെ വെക്കാൻ വേണ്ടി കുറേയൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ എങ്ങനെയൊക്കെയോ ശോഷിച്ചപ്പോൾ ഇത്രയായി. പിള്ളേരൊക്കെ എപ്പോഴും വന്നാൽ ഇതിൻ്റെ മണ്ടയിലായിരുന്നു കളി. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ചെറിയ തോടുണ്ട്. ഇതിപ്പോഴാണ് ഇങ്ങനെ ശോഷിച്ച് പോയത് കേട്ടോ. ഇപ്പോൾ അന്ന് റോഡില്ലായിരുന്നു. അപ്പോൾ റോഡിനൊക്കെ വീതി കൂട്ടിയതുകൊണ്ട് ഇതിൻ്റെ വീതി കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഇന്ന് തുണി നനച്ചിട്ട് ആ കാണുന്ന പാറയിൽ കൊണ്ടുപോയി വിരിച്ചിടും. അപ്പോൾ ബാക്കി തുണിയും കഴുകി കുളിച്ചിട്ട് വരുമ്പോഴത്തേനും തുണി ഉണങ്ങി കിട്ടും. നല്ല വെയിലത്തെല്ലാം പഴുത്ത് കിടക്കും. ഇതിപ്പോൾ ഈ വണ്ടിയൊക്കെ പോകാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതിയ പാലം പണിഞ്ഞു. പക്ഷേ അന്ന് ഇത്രയും വലിയ റോഡില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വീതി ഉണ്ടായിരുന്നു. ഇവിടെ 2-3 പേർക്ക് നിന്ന് നനയ്ക്കാൻ പറ്റുന്ന ഞങ്ങൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് തുണി നനയ്ക്കാൻ ഭയങ്കര ഒരു
ആശ്രയമായിരുന്നു ആ തോട്. ഇപ്പോഴും അത് തുണി നനയ്ക്കാനുണ്ട്. പോകുന്ന വഴിയിൽ കണ്ട പൂക്കളുടെയും ചെടികളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ വീടാണിത്. ആ തെച്ചിപ്പൂവിന് റൗണ്ട് ഇതളാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അടുക്കി നിൽക്കുന്ന കാണാൻ. ഈ റോസാപ്പൂ വെറുതെ അവളിൽ കൂടെ പോയപ്പോൾ നിർത്തുന്നേ ഉള്ളൂ. നമ്മുടെ കിങ്ങിണി കൊച്ചിൻ്റെ വീടാണ് കേട്ടോ നേരത്തെ കണ്ടത്. സന്ധ്യ മയങ്ങാറായി. ഈ പൂവ് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി, അതിനെടുത്താണത്. തെച്ചിപ്പൂവെല്ലാം നല്ല അടുക്കി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ഇതൊരു ചെറിയ കൈത്തോടാണ് കേട്ടോ. അത് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഓരോ ഇതിൽ ചാല് പോലെ വെട്ടിയിട്ടിരിക്കുകയാണ്. ഇതും നല്ല തണുപ്പാണ്. ഇതിലും എന്താ മീനുകളൊക്കെ ഇവിടെ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കാണ് തുണി നനയ്ക്കാനൊക്കെ. ഇതാണ് നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ വസ്തുവിലാണ്. ഇവരത് കുളം കുഴിച്ചേക്കുക. ഇത് അധികം അങ്ങനെ പറ്റത്തൊന്നുമില്ല. ഈ ചൂട് സമയത്തൊക്കെ ഇവിടെയുള്ള ഏരിയകളിലുള്ള ആൾക്കാർക്കും അവർക്കും ഒക്കെ തുണി കഴുകാനും കുളിക്കാനും ഒരു ആശ്രയമായിരുന്നു ഇത്. ഇത്രയും കാടിനും ഇത്രയും മരത്തിനും ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഇത് പറ്റുന്നുമില്ല. ഇത് വയലറമ്പാണ്, അത് പറ്റില്ല. അതുകൊണ്ട് കളിക്കാനും കുളിക്കാനും പിള്ളേർ കണ്ടാൽ വെള്ളത്തിലാശന്മാരാണ്. അവന്മാരെ ഇതിനകത്തൊന്ന് കയറ്റാൻ വലിയ പാടാണ്. അതങ്ങനെ പോകും. ഇതെല്ലാം കൃഷി സ്ഥലത്തേക്ക് ഇവരുടെ വീട്ടിന് ആവശ്യത്തിനേക്കും തുണി നനയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കും. ആ കുളമാണിത്. നല്ല രസമാണ്. വീഡിയോ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ വന്നിരിക്കാൻ. ചില സമയത്തൊക്കെ മനസ്സിനൊരു ആശ്വാസം കിട്ടും ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരുന്നാൽ. ഇതോ ആ നിൽക്കുന്ന പട്ടിയെ കണ്ടോ? ആ പട്ടിക്ക് ഇവരിട്ടേക്കുന്ന പേരാണ് കേട്ടോ കൊറോണ പട്ടി. അതിൻ്റെ തൊലിയെല്ലാം പോയി, നമ്മൾ ഈ കൂടെല്ലാം പോയി, തൊലി മാത്രമേ ഉള്ളൂ. കൊറോണ സമയത്ത് കൊറോണയുടെ ഒരു വികൃത രൂപം കണ്ടുകൊണ്ട് അതിനിട്ട പേരാണ് കൊറോണ പട്ടിയെന്ന്. ഈ ഒരു വഴി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് കാവിൻ്റെ ഇലക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കൈതത്തോട്ടമാണ് കേട്ടോ. അതിൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. കൈതക്കൃഷിയാണത്. അങ്ങോട്ടാണ് മൂന്നാമല എന്ന് പറയുന്ന ഏരിയ. എലിവൂർ സ്ഥലമാണ്, എലിക്കാട്ടൂർ എന്നൊക്കെ പറയും. അത് മൊത്തവും പച്ചപ്പണിനിടയ്ക്ക് 3-4 വീടുകൾ കാണുന്നുണ്ടോ, അവരവിടെ താമസമുണ്ട് കേട്ടോ. പിന്നെ ഈ ഓറഞ്ച് ഷീറ്റിട്ട് കാണുന്നതാണ് ഒരു കാവ്. പിന്നെ പല കളർ തുണിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് പാട്ടത്തിന് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ട് ഓരോരുത്തർ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ? അങ്ങോട്ട് ഫുള്ള് കൃഷിയാണ്, ഫുള്ള് മരങ്ങൾ, ഫുള്ള് റബ്ബർ. ഇതെല്ലാം വെട്ടിത്തെളിക്കുമ്പോൾ ഈ കാട് റബ്ബറെല്ലാം വെട്ടിത്തെളിക്കുമ്പോൾ നല്ല രസമാണ്. സന്ധ്യ സമയം അങ്ങോട്ട് ഇറങ്ങിയില്ല, ഞങ്ങൾ ഇറങ്ങി വരുന്ന വീഡിയോയിൽ ചോലയുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണേ. ബൈ.